ഹലോ ട്രേഡേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അത്യാവശ്യം മോശമില്ലാത്ത ദിവസം തന്നെയായിരുന്നു. ഒരു ടാർഗറ്റൊക്കെ ഒന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത്തിരി നല്ല സ്ട്രഗ്ലിംഗ് ആയിരുന്നു മാർക്കറ്റ് ഇന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ. അപ്പോൾ അവിടേക്കൊക്കെ നമുക്ക് വരാം. എല്ലാവർക്കും അറിയാം, നിഫ്റ്റിയുടെ ലോട്ട് സൈസ് ചേഞ്ച് ആയിട്ടുണ്ട്, 75ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഉണ്ടാകുന്ന ലോസുകളാണെങ്കിലും പ്രോഫിറ്റുകളാണെങ്കിലും കൂടുതൽ തന്നെയാണ്. നമ്മളെന്നും അത് മാനേജ് ചെയ്തിട്ട് നല്ലൊരു പ്രോഫിറ്റിക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഇനി ബാങ്ക് നിഫ്റ്റിനെ അത്ര പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി അത്യാവശ്യം നല്ല പ്രൈസ് റേഞ്ചിലാണ് നിൽക്കുന്നത്. 1000 രൂപ, ഒരു 800 രൂപയ്ക്കാണ് ഒരെണ്ണം മേടിക്കാൻ. അതായത് ഒറ്റ ക്വാണ്ടിറ്റി മേടിക്കാൻ. ഒരു ലോട്ടിൽ 15 ഉണ്ട്. അതിന് 30 ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ എത്രത്തോളം കൂടുന്നു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി അധികം പ്രൊമോഷൻ ഞാൻ ചെയ്യണില്ല. നമ്മൾ നിഫ്റ്റിയിലേക്കാണ് ഫുൾ ഫോക്കസ്. ബാങ്ക് നിഫ്റ്റി ഞാൻ സ്ട്രൈക്ക് ഇടും, നല്ല തന്നെയായിരിക്കും. പക്ഷെ എന്ന് വെച്ചാൽ കുറേ ഞാൻ ഇടില്ല ബാങ്ക് നിഫ്റ്റിയിൽ. ഓക്കെ, അതായത് നമുക്ക് സ്റ്റോപ്പ് ലോസുകളൊക്കെ ഈസി ആയിട്ട് ഹിറ്റായി പോകാൻ ഒരു 100% ചാൻസ് ഉണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ. ബാങ്ക് നിഫ്റ്റി നമ്മൾ ചെയ്യും, പക്ഷെ പ്രയോറിറ്റി നിഫ്റ്റിക്കാണ്. നിഫ്റ്റിയിൽ അടിപൊളി ട്രേഡുകൾ നമുക്ക് കിട്ടും, നിങ്ങൾക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഈസി ആയിട്ടുള്ള SL-ആണ്, സിമ്പിൾ SL-ആണ്. നല്ല അതിനനുസരിച്ച് അതിൻ്റെ കൂടുതൽ തന്നെ നമുക്ക് ടാർഗറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ടാർഗറ്റ് ഉള്ളിടത്തേക്ക് പോയാൽ പോരെ. അപ്പോൾ അതാണ് നിഫ്റ്റി ചെയ്യണത്. നമ്മളിപ്പോൾ നടത്തുന്നത് ഒരു ഫ്രീ ടെലിഗ്രാം ചാനലാണ്. അതിൽ അത്യാവശ്യം മെമ്പേഴ്സൊക്കെ ഉണ്ട്. ഞാൻ ഒരു 10 രൂപ വരെ അതിൽ ട്രേഡ് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ട്രേഡുകൾ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട്. കൂടുതൽ ആർക്കെങ്കിലും ട്രേഡ് ആവശ്യമുണ്ടെങ്കിൽ, അതായത് കൂടുതൽ നേരം ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്തിരി ലേറ്റായി വരുന്ന ആൾക്കാർക്ക് ട്രേഡ് കിട്ടാത്തവരുണ്ടെങ്കിൽ അവരൊക്കെയും പെയ്ഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഞാനൊരു പെയ്ഡ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഫീസ് വരുന്നത് 500 രൂപയാണ്. എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ്. 1 മന്താണ് അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ പീരീഡ്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ അതിൽ ജോയിൻ ചെയ്യുക. കൂടുതൽ ട്രേഡ്സിലേക്ക് നിൽക്കാൻ താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യുക. അത് നമ്മൾ എക്സ്ട്രാ കുറച്ച് കാര്യം കൂടിയും, അത് പെയ്ഡ് ഗ്രൂപ്പാണല്ലോ. അപ്പോൾ നമുക്ക് SL പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള കുറച്ച് റൂൾസ് ഞാൻ അതിൽ കൊണ്ടുവരും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെയ്ഡ് ഗ്രൂപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പെയ്ഡ് ചാനൽ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നമ്മളതിൽ എക്സ്ട്രാ കുറച്ച് റൂൾസും കൂടി കൊണ്ടുവരും. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് അതിൽ ട്രേഡിങ്. സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ്. സ്റ്റോപ്പ് ലോസ് എങ്ങനെ പോയാലും പ്രൊട്ടക്റ്റ് ചെയ്ത് നിന്ന് അത്യാവശ്യം ടാർഗറ്റിലേക്ക് പോകുന്ന രീതിയിലുള്ള സ്ട്രാറ്റജീസാണ് അതിൽ കൊടുക്കുള്ളൂ. ഫ്രീ ഗ്രൂപ്പിൽ അങ്ങനെയല്ല. ഫ്രീ ഗ്രൂപ്പിൽ നമ്മൾ SL ഇട്ട് ടാർഗറ്റിലേക്ക് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അത് അടിച്ചു പോയാൽ അടിച്ചു പോകും, അല്ലെങ്കിൽ പിന്നെ അത്യാവശ്യം ടാർഗറ്റിലേക്ക് പോകും. അങ്ങനത്തെ ലെവലാണ് ഫ്രീ ഗ്രൂപ്പ്. പെയ്ഡ് ഗ്രൂപ്പ് ആകുമ്പോൾ ഇത്തിരി പ്രയോറിറ്റി ഉണ്ട്. അപ്പോൾ SL-നെ മാക്സിമം നമ്മൾ പോവാത്ത രീതിയിൽ തന്നെ അതിൽ ട്രീറ്റ് ചെയ്യും. അതാണ് പെയ്ഡ് ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ അത്യാവശ്യം എൻ്റെ ലെവൽസൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഫ്രീ ഗ്രൂപ്പിൽ ഞാൻ രാവിലെ തരുന്ന എല്ലാ പ്രൈസിൻ്റെയും ലെവൽസ് നിങ്ങൾ ട്രേഡിംഗ് വ്യൂ ആപ്പിൽ വരച്ചിടുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്താണ് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റുക. നിങ്ങൾ തന്നെ ട്രേഡ് ചെയ്യണം. അത് ഏത് പ്രൈസിൽ എങ്ങനെ വരുന്നതെന്നൊക്കെ ഞാൻ എല്ലാ യൂട്യൂബ് വീഡിയോസിലും മിക്കവാറും പറയാറുണ്ട്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഒരു രണ്ട് വീഡിയോ കണ്ടാൽ മതി. ട്രേഡിംഗ് ഒക്കെ അറിയാത്തവരുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എങ്ങനെ എൻട്രി എടുക്കും, എങ്ങനെ എക്സിറ്റ് അടിക്കും, ഇതൊന്നും ഇപ്പോൾ അറിയാത്തവർ നമ്മുടെ ഗ്രൂപ്പിൽ ഇരിക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതിയത് കാണുന്നവരുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ് എടുക്കണ 2-3 വീഡിയോസ് കാണുക. ഈ വീഡിയോ കാണുന്നവർ പ്രീവിയസിലത്തെ 2 വീഡിയോ കണ്ടാൽ മതി. ഞങ്ങൾക്ക് കറക്റ്റായിട്ട് വ്യക്തമാവും. ഞാൻ സ്റ്റോക്കിൻ്റെയും SL മെയിൻറ്റെയിനിങ് പറഞ്ഞിട്ടുണ്ട്. ഇനി ഓപ്ഷൻസിൻ്റെയും SL എങ്ങനെ വെക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ടാർഗറ്റ് എങ്ങനെ വെക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ടാർഗറ്റ് ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ എൻട്രി എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളുള്ള ഫുൾ പാക്കേജ് ആയിട്ടാണ് യൂട്യൂബിൽ പ്രീവിയസ് എടുക്കുന്ന 2 വീഡിയോസ്. സ്റ്റോക്കും ഉണ്ട്, ഓപ്ഷൻസും ഉണ്ട്. താല്പര്യമുള്ളവരൊക്കെ ആ വീഡിയോ കാണുക. എൻ്റെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്തിരിക്കുന്നവരൊക്കെ മസ്റ്റായിട്ട് ആ വീഡിയോ കാണുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാണല്ലോ നാളെ ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൺഫർമേഷൻ വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ആ വീഡിയോ കാണാൻ പറയുന്നത്. പിന്നെ നമ്മൾ ഇതേ സ്ട്രാറ്റജി നമ്മൾ ബിറ്റ് കോയിനും എത്തേറിയത്തിലും യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ എൻ്റെ സ്ട്രാറ്റജി പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് DM ചെയ്ത് ചോദിക്കുക. ഞാൻ ചെയ്യുന്ന അതേ ലെവലിൽ, അതേ പ്രൈസിൽ, അതേ സ്ട്രൈക്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും, മാർക്കറ്റ് റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സ്ട്രാറ്റജി പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് DM ചെയ്ത് ചോദിക്കുക. ഇനി നമുക്ക് ഇന്നത്തെ ട്രേഡിലേക്കൊക്കെ പോകാം. നിങ്ങൾക്ക് കാണാം, ഞാൻ 4 സ്ട്രൈക്കേ കൊടുത്തിട്ടുള്ളൂ. 23.850 C, 23.850 PE, 51.400 PE, 51.400 C. ഇത്രയും സ്ട്രൈക്കേ കൊടുത്തിട്ടുള്ളൂ. എങ്ങനെ എൻട്രി എടുക്കണം, എക്സിറ്റ് അടിക്കണം, പിന്നെ നമ്മുടെ റൂൾസ് എന്താണ്, അതൊക്കെയാണിത്. പിന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസും നിഫ്റ്റിയുടെ ലെവൽസാണ് ഞാൻ കൊടുത്തത്. നമ്മളിങ്ങനെ January 1 തൊട്ടിട്ടാണ് പെയ്ഡ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യണത്. താല്പര്യമുള്ളവരൊക്കെ അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് കാണാം 23.850 PE ആണ് നമുക്ക് ഫസ്റ്റ് ആക്ടിവേറ്റ് ആയ ട്രേഡ്. 23.850 PE.
അത് 8:30-ക്കാണ് ഞാൻ കൊടുത്തത്, രാവിലെ 8:30-ക്കാണ് കൊടുത്തേക്കണത്. 162.10 മുകളിൽ പോകുമ്പോൾ സെല്ലേഴ്സ് സ്കാനിൽ കണ്ടു കഴിഞ്ഞാൽ മേടിക്കുക. നമുക്ക് ആ ട്രേഡിലേക്ക് പോവാം. ഇതാണ് ആ ട്രേഡ് രാവിലത്തെ. നമുക്ക് കാണാം 30-ാം തീയതിയാണ് ഡേറ്റ്. നമ്മൾ 162.10 ഈ ലെവലാണ് കൊടുത്തേക്കണം, 162.10. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് മിനിറ്റ് തന്നെ ആ ലെവലിനെ ടച്ച് ചെയ്ത് റിജക്റ്റ് ചെയ്യുക ചെയ്തത്. പിന്നെ നമുക്കൊരു ബയേഴ്സ് ക്ലോസ് ചെയ്ത ശേഷം സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്യണം. അങ്ങനത്തെ ഒരു ലെവൽ എവിടെയാണ് വരുന്നത് അവിടെ നമുക്ക് ട്രേഡ് എടുക്കാം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഇവിടെയാണ് പിന്നെ ബയേഴ്സ് ക്ലോസ് ചെയ്തേക്കുന്നത് ഈ ലെവലിൽ. സെല്ലേഴ്സ് തൊട്ടിപ്പുറത്ത് ഇത് ബയേഴ്സ് ക്ലോസ് ചെയ്ത ശേഷം ബയേഴ്സ് ഇവിടെയും ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതും ക്ലോസിങ് തന്നെയാണ് കേട്ടോ. ഇത് ബോഡി ക്ലോസ്, ഈ ബോഡി ക്ലോസിങ് വാലിഡാണ്, ഈ ബോഡി ക്ലോസിങ്ങും വാലിഡാണ്. പിന്നെയാണ് നമുക്ക് സെല്ലേഴ്സിൻ്റെ റിജക്ഷൻ വന്നത്. ഇത് വന്നപ്പോൾ നമുക്ക് റെഡ് ക്യാനിലാണ് വന്നേക്കണത്. അപ്പോൾ നമുക്ക് കണ്ടീഷൻ ആക്ടിവേറ്റ് ആയി, അതായത് ഓപ്പർച്യൂണിറ്റി വന്നു, കണ്ടീഷൻ ആക്ടിവേറ്റ് ആയി. ഇനി ഈ മൂന്നാമത്തെ ക്യാൻഡിൽ, ഈ റെഡ് ക്യാൻഡിൽ, ഈ ക്യാൻഡിലാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. നമുക്ക് ഈസി ആയിട്ട് ലിമിറ്റ് ഓർഡറിൽ കിട്ടും, ലിമിറ്റ് ഓർഡറിൻ്റെ അടിയിലും കിട്ടും, ലിമിറ്റ് ഓർഡറിലും കിട്ടും. എല്ലാവർക്കും 162.10 എല്ലാവർക്കും കിട്ടും. 162.10 അടിയിലേക്ക് കിട്ടിയാലുള്ളൂ. പിന്നെ ലിമിറ്റ് ഓർഡറിൽ എല്ലാവർക്കും ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഇത് അങ്ങനത്തെ ഒരു ട്രേഡായിരുന്നു. പിന്നെ നിങ്ങൾ കാണാം, ഇതൊരു 1:3. ഈ ട്രേഡ് ഒരു 29 പോയിൻ്റാണ് നമുക്ക് അച്ചീവ് ആയിക്കണത്. ഒരു 1:3യുടെ അടുത്താണ് അച്ചീവ് ആയിക്കണത്, 29 പോയിന്റ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഫസ്റ്റ് ട്രേഡാണ്, ഫസ്റ്റ് കിട്ടിയ ട്രേഡാണ് ഇന്നത്തെ. എല്ലാവർക്കും ഇതിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും ഈസി ആയിട്ട്. മിനിമം ഒരു 20 പോയിന്റ് എല്ലാവർക്കും കിട്ടിയതിൻ്റെ ഉള്ളിൽ. ലിമിറ്റ് ഓർഡറിൽ എടുത്തവർക്ക് അല്ലെങ്കിൽ അടിയിൽ നിന്ന് ബൈ ചെയ്തവർക്കൊക്കെ ഉണ്ടെങ്കിൽ വൺ വേയിൽ തന്നെ ഒരു 20 പോയിന്റ് ക്യാച്ച് ചെയ്തവരുണ്ടാവും അതിൻ്റെ ഉള്ളിൽ. 15-20 പോയിന്റ് ഈസി ആയിട്ട് കിട്ടിയവരുണ്ടാവും. വൺ വേ ആണ് പറയണത്. പിന്നെയാണ് 30 പോയിന്റിലേക്കൊക്കെ പോയിക്കണത്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ആദ്യത്തെ ട്രേഡ്. പിന്നെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്തത് 51,400 PE ആണ്. ഈ സ്ട്രൈക്കാണ് 8:34 കൊടുത്തതാണ്. 820.60 മുകളിൽ പോയി കഴിഞ്ഞാൽ മേടിക്കാമെന്നാണ് പറഞ്ഞത് ഞാൻ. ഇതും ബി തന്നെയാണ്, ബാങ്കും ബി തന്നെയാണ്. നമുക്ക് ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ നിഫ്റ്റിയിൽ ബി ആക്ടിവേറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാങ്കിലും ബി ആക്ടിവേറ്റ് ആകും. ഇത് രണ്ട് ടൈമിലാണ് ആക്ടിവേറ്റ് ആയിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ പ്രത്യേകത. പക്ഷേ ഇത് നമുക്ക് ഒരു SL ആണ് വന്നേക്കണത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 14 പോയിന്റ് ഇവിടെ കണ്ടുണ്ട്. അത് നമുക്ക് കാണാം ഇവിടെ. നമുക്ക് ഫസ്റ്റ് മിനിറ്റ് ക്യാൻഡിൽ തന്നെ 30-ാം തീയതിയിലത്തെ ആദ്യത്തെ മിനിറ്റ് ക്യാൻഡിൽ നമ്മുടെ ലെവലിനെ ക്രോസ് ചെയ്തു. പിന്നെ നമുക്ക് കാണാം സെല്ലേഴ്സ് ഇവിടെ അടിയിൽ ക്ലോസ് ചെയ്തു, റിജക്റ്റ് ആക്കി. അതുകൊണ്ട് തന്നെ അടിയിലേക്ക് പോയി. പിന്നെ ബയേഴ്സ് ക്ലോസ് ചെയ്യുന്നത് ഇവിടെയാണ്. ഇവിടെ ക്ലോസ് ചെയ്താൽ സെല്ലേഴ്സ് ഇവിടെ വരണം. നോക്കുക, സെല്ലേഴ്സ് കറക്റ്റ് നമ്മുടെ ലിമിറ്റ് ഓർഡറിൻ്റെ തൊട്ട് മുകളിലാണ് റിജക്റ്റ് ആക്കിയാണ്. എല്ലാവർക്കും ഈ ട്രേഡ് ലിമിറ്റ് ഓർഡറിൽ കിട്ടും. കറക്റ്റായിട്ട് മനസ്സിലാക്കുക, എല്ലാവർക്കും ഈ ട്രേഡ് ലിമിറ്റ് ഓർഡറിൽ തന്നെ എക്സിക്യൂട്ട് ആകും. ഇത് നമുക്കൊരു 14 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റാണ് തന്നേക്കുന്നത്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 പോയിന്റ് ഇല്ലാണ്ട് ഞാൻ 1:1 പറയണതിൽ കാര്യങ്ങളില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് SL ആണ്. ഓക്കെ, 14 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ SLക്ക് ഡയറക്റ്റ് വരിക ചെയ്തത്. നിങ്ങൾക്ക് കാണാം ഇവിടെ SL എങ്ങനെ കണ്ട് ചെയ്തേക്കണമെന്ന് നിങ്ങൾ നോക്കുക കറക്റ്റായിട്ട്. ഈ ഒറ്റ ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എണ്ണണം ഇതിന്, അതായത് ഈ ഗ്രീൻ ക്യാൻഡിൽ നിന്ന് അടിയിലേക്ക് ഒരു 57 പോയിൻറ്റിൻ്റെ ഒറ്റ മിനിറ്റ് ക്യാൻഡിലാണ് അയക്കണത്. ഇത് പ്രോപ്പർ SL ഹണ്ടിങ് ആണ് അവിടെ നടന്നേക്കണത്. അതായത് ഈ ലെവലിൻ്റെ മുകളിൽ 820.60 മുകളിൽ ട്രേഡ് ചെയ്യണ എല്ലാവരുടെയും SL ഒറ്റയടിക്ക് എടുത്തേക്കണ ഒരു സിനാരിയോ ആണ് നിങ്ങൾ കാണുന്നത് അവിടെ. പിന്നെ പ്രൈസ് മുകളിലേക്ക് കയറിയിട്ടില്ല, അവിടെ വീക്കായി. പിന്നെ ബാങ്ക് അടിക്ക് പോലെ ചെയ്തത്. അപ്പോൾ അതൊരു SL ആണ്. പിന്നെ നമുക്ക് വന്നു പറഞ്ഞു കഴിഞ്ഞാൽ 23,850 CEയിലത്തെ 87.60 എന്ന് പറഞ്ഞൊരു 87.60 എന്ന് പറഞ്ഞ പ്രൈസ് റേഞ്ചിലാണ്. 23,850 C ഞാൻ കൊടുത്ത C തന്നെയാണ്. പക്ഷേ എൻ്റെ പ്രൈസ് റേഞ്ച് അവിടെ മാറിയിട്ടുണ്ടായിരുന്നു. ഞാൻ കൊടുത്ത വേറെ ലെവലിലാണ്. ആ ലെവലിൽ എൻട്രി ഉണ്ട്, ഈ ലെവലിൽ എൻട്രി ഉണ്ട്. അതാണ് മനസ്സിലാക്കേണ്ട കേട്ടോ. ആ ലെവലിൽ തൊടാത്ത കാരണം നമ്മളവിടെ എൻട്രി നമുക്കില്ല എന്ന് പറയാൻ പറ്റില്ല ഒരിക്കലും. ആ ലെവലിലേക്ക് പ്രൈസ് വരുന്ന നേരത്തെ അവിടെ എൻട്രി ഉണ്ട്. 87.60 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ എൻട്രി ഉണ്ട്. അതാണ് എൻ്റെ കാര്യം. അത് ഞാൻ കൊടുത്തേക്കണത് 9:48 കേട്ടോ കൊടുത്തേക്കണത്. ഇതാണ് സ്ട്രൈക്ക്. 9:48 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെഡ് ക്യാൻഡിലാണ്, അല്ല ഈ ഗ്രീൻ ക്യാൻഡിലാണ് 9:48 ക്യാൻഡിൽ. ഇവിടെ നിൽക്കുന്നതോട് കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞത് 87.65 ഒരു എൻട്രി വരുന്നുണ്ട്. ഇത് നമുക്ക് കാണാം. ബയേഴ്സ് ലോസ് ശേഷം സെല്ലേഴ്സ് ഇവിടെ റിജക്റ്റ് ആക്കി. നമുക്ക് എൻട്രി ആക്ടിവേറ്റ് ആയി. അവിടെ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ ലിമിറ്റ് ഓർഡർ നിന്ന് എടുക്കാം. ഇതിൽ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എടുത്തവർക്ക് ഇത് SL വന്നിട്ടുണ്ട്. 10 പോയിൻ്റാണ് SL. ആ SL അവിടെ പോയിട്ടുണ്ട്. പക്ഷേ ലിമിറ്റ് ഓർഡറിലേക്ക് നോക്കിയിരിക്കുന്നവർക്ക് SL നടന്നിട്ടില്ലേ. അപ്പോൾ ലിമിറ്റ് ഓർഡറിൽ ഇട്ടിരിക്കുന്നവർക്ക് SL പോയിട്ടില്ല. ഇനിയിപ്പോൾ ഇൻ കേസ് മുകളിൽ SL അടിച്ചവരുണ്ടെങ്കിൽ അടിയിൽ വരുമ്പോൾ ഒന്നും മേടിക്കുക, അത്രേ ഉള്ളൂ. ലിമിറ്റ് ഓർഡറിൽ നിങ്ങൾക്ക് പിന്നെയും കിട്ടുമല്ലോ. ഇത് നിങ്ങൾക്ക് SL പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും വരിക എടുക്കുക.
അത്രയുള്ളൂ എൻ്റെ എൻട്രി. അവിടെ നിന്ന് മിനി SL പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ട്രേഡ് എടുക്കണ്ട, തിരിച്ചെപ്പോൾ കയറുന്നു അപ്പോഴുള്ളൂ ട്രേഡ്. മനസ്സിലായില്ലേ? ഇവിടെ ഡയറക്റ്റ് എൻട്രി എടുത്തവരാണെങ്കിൽ ഈ SL നിങ്ങൾ ഇറങ്ങുക. ഇവിടെ ഒരു 10 പോയിൻ്റ് SL പോവും, ആ SL നിങ്ങൾ ഇറങ്ങാൻ നോക്കുക. എന്നിട്ട് തിരിച്ചു വരണ നേരത്ത് പിന്നെ ഈ ലിമിറ്റ് ഓർഡറിൻ്റെ മുകളിലേക്ക് ഇതൊക്കെ വരുന്നുണ്ടല്ലോ, സെൽ രജിസ്ട്രേഷൻ ഇവിടെയും വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് നോക്കിയറിയാം. ഇവിടെ എടുത്താലും പ്രശ്നമില്ല, SL പോവില്ല. കറക്റ്റായിട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ട് SL നിൽക്കുന്നുണ്ട്. അപ്പോഴും കറക്റ്റ് ഒത്ത പിടിക്കട്ടെ കേട്ടോ. നമുക്ക് നോക്കിയറിയാം അവിടെ SL അപ്പോഴും പോയിട്ടില്ലേ, കണ്ടില്ലേ? ഇതിപ്പോൾ തിരിച്ച് കയറിയിട്ട് സെൽ രജിസ്ട്രേഷൻ വന്നാലും SL പോവില്ലേ. അതായത് ഇവിടെ നിന്ന് ട്രേഡ് എടുത്തവരുടെ കാര്യമാണ്, ഇവിടെ SL അടിച്ചവരുടെ കാര്യമാണ് ഞാൻ പറയണത് കേട്ടോ. തിരിച്ച് കയറുമ്പോൾ സെൽ രജിസ്ട്രേഷൻ കണ്ടുകൊടുത്തുനിന്ന് മേടിച്ചാലും പിന്നെയും 10 പോയിൻ്റ് അവിടെ പ്രൊട്ടക്ഷൻ തന്നെയാണ്. ഇനി ഇൻ കേസ് അതായത് ഇവിടെയൊക്കെ ആക്ടിവേറ്റ് ആയ ട്രേഡിന് നിങ്ങൾ ലിമിറ്റ് ഓർഡറിൽ ഈ ക്യാൻഡിലൊക്കെ മേടിക്കണവർക്കാണെങ്കിലും SL പോയിട്ടില്ല, തിരിച്ചു വന്നാലും SL പോവില്ല. ഇപ്പോൾ എല്ലാ കണ്ടീഷനും അവിടെ ഓക്കെയാണ്, അല്ലാതെ നമ്മുടെ പ്രൈസിൻ്റെ മുകളിലാണ് നടക്കണത്. കറക്റ്റായിട്ട് മനസ്സിലാക്കുക കേട്ടോ കാര്യങ്ങൾ. ഇപ്പോൾ ഈ ട്രേഡാണ് നമുക്ക് ഒരു 50 പോയിൻറ്റിൻ്റെ ടാർഗറ്റ് തന്നാണത്. ഇത് 50 പോയിൻ്റാണ്. ഇതത്ര ഈസി 50 പോയിൻ്റ് ആയിരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രേഡ് നടക്കുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റി ഒരു സപ്പോർട്ടിൻ്റെ മുകളിലും നിഫ്റ്റി റെസിസ്റ്റൻസിൻ്റെ അടിയിലായിരുന്നു ട്രേഡ് ചെയ്യേണ്ടായിരുന്നത്. അത് ഞാൻ ക്ലിയർലി ഇവിടെ ഞാൻ വോയിസ് ഇട്ടിട്ടുണ്ട്. എല്ലാ കാര്യവും ഞാൻ അവിടെ വോയിസ് ഇട്ടിട്ടുണ്ട്. എങ്ങനെയാണ് മാർക്കറ്റ് നടക്കണമെന്ന് നമുക്ക് അറിയണമല്ലോ, അതുകൊണ്ടാണ്. അതായത് നിഫ്റ്റി ഈ റെസിസ്റ്റൻസിൻ്റെ അടിയിൽ ഈ ഭാഗത്തൊക്കെ ട്രേഡ് ചെയ്യണം. നേരത്തെ പറഞ്ഞത് നിഫ്റ്റി റെസിസ്റ്റൻസിൻ്റെ അടിയിലാണ്. പക്ഷെ ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത് സപ്പോർട്ടിൻ്റെ ഇതാണ് സപ്പോർട്ട് 51,294 സപ്പോർട്ട്. അതിൻ്റെ മുകളിൽ ഇവിടെയൊക്കെയാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കേണ്ടായിരുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് സീനില്ല, മനസ്സിലായ? സപ്പോർട്ടിൻ്റെ മുകളിലല്ല നിൽക്കുന്നത്. പക്ഷെ നിഫ്റ്റി റെസിസ്റ്റൻസിൻ്റെ ഇടയിലാണ്. അപ്പോൾ നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. അതാണ് എൻ്റെ സംഭവം. എപ്പോൾ നിഫ്റ്റി റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് പോകണു അപ്പോഴാണ് നമുക്ക് ടാർഗറ്റ് കിട്ടിയതും. അത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. നിഫ്റ്റി ഈ റെസിസ്റ്റൻസിൻ്റെ മുകളിൽ കണ്ടില്ലേ, ഈ ബയേഴ്സ് ക്ലോസ് ചെയ്ത ശേഷം സെല്ലേഴ്സ് ഇവിടെ റിജക്റ്റ് ആക്കി. അവിടെ നിന്ന് ട്രേഡ് എടുത്താലും ഒരു പ്രശ്നവുമില്ല. അത് സ്പോട്ട് പ്രകാരം എടുത്താലും പ്രശ്നമില്ല. നമ്മളവിടെ 20 പോയിൻ്റ് SL ഇടുന്നു. 20 പോയിൻ്റ് സ്പോട്ടിൽ SL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പോയിൻ്റ് നിഫ്റ്റിയിൽ പോകുള്ളൂ കേട്ടോ. കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഞാൻ എന്താ ഇവിടെ 10 പോയിൻ്റ് ഇടാമെന്ന് ചോദിച്ചു വരരുത്. 20 പോയിൻ്റ് സ്പോട്ടിൽ SL ഇട്ട് കഴിഞ്ഞാൽ 10 പോയിൻ്റൊക്കെ നിഫ്റ്റിയിൽ പോകുള്ളൂ. 10 പോയിൻ്റൊക്കെയാണ് പോകുള്ളൂ. അപ്പോൾ അതാണ് അവിടെ SL ഇട്ടാണത്. അങ്ങനെ SL ഇട്ട് ചെയ്യണവർക്കാണെങ്കിൽ സ്പോട്ട് പ്രകാരമുള്ള കാര്യം പറയണത്. ഞാൻ ഒരു 43 പോയിൻ്റൊക്കെ ഈസി ആയിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ട്. അതായത് നമുക്ക് അവിടെ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വന്ന കാരണമാണ് ഇങ്ങനത്തെ ഒരു പുഷ് ഇവിടെ കിട്ടിയത് കേട്ടോ. 23,800 മുകളിൽ ഇങ്ങനത്തെ ഒരു പുഷ് കിട്ടിയത്. ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി വരണം, എന്നാലും ഇങ്ങനത്തെ ഒരു പുഷ് കിട്ടുള്ളൂ. അതൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ നമ്മൾ കാണാം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മാർക്കറ്റ് ബിഹേവ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക്. അവിടേക്കൊക്കെ നമുക്ക് വരാം. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് നിഫ്റ്റി വന്നാലാണ് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ വരുന്നും പറഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പിൽ. അങ്ങനെയാണ് ഈ ട്രേഡ് 23,950 നമുക്ക് ടാർഗറ്റ് അടിക്കുന്നത്. നിഫ്റ്റി എപ്പോൾ 23,800 റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് കയറി ക്ലോസ് ചെയ്തു. അവിടെ നിന്നാണ് നമ്മൾ ഈ ടാർഗറ്റിലേക്ക് എത്തിക്കുന്നത്. പിന്നെ നമുക്കുണ്ടായിരുന്ന 51,400 സീലാണ്. ഇതൊക്കെ രാവിലെ കൊടുത്താണ്, എട്ടരയ്ക്ക് കൊടുത്താണ്. 1115 മുകളിൽ പോകുമ്പോൾ സെല്ലേഴ്സ് സ്കാനിൽ കണ്ട മേടിക്കാൻ. ഇത് 36 പോയിൻ്റ് മുകളിലേക്ക് പോയ ശേഷം നമുക്ക് SLലേക്ക് വന്നു. അപ്പോൾ എന്ന് വെച്ചാൽ ഈ SL വരുമ്പോൾ നിങ്ങൾ പിന്നെയും ശ്രദ്ധിക്കേണ്ട കാര്യം, പിന്നെ അതിന് എൻട്രി ഉണ്ട്. സെല്ലേഴ്സ് സ്കാനിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻട്രി എടുക്കാം. പിന്നെ നിങ്ങൾക്ക് കാണാം അവിടെ സെല്ലേഴ്സ് സ്കാനിൽ ഇല്ല, ഡയറക്റ്റ്ലി നമ്മൾ ടാർഗറ്റിലേക്കാണ് പിന്നെ പോയിക്കുന്നത് ഫുള്ള്. അപ്പോൾ അങ്ങനത്തെ ഒരു സെല്ലേഴ്സ് സ്കാനിൽ കിട്ടാത്തതുകൊണ്ട് പിന്നെ അവിടെ വർത്താനില്ല. അതിൻ്റെ അടുത്ത ലെവലാണ് പിന്നെ 1230. 1230 100 പോയിൻറ്റ്സ് തന്നെയാണ്. 100 അല്ല 200 പോയിൻറ്റ്സ് കയറിയിട്ടുണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ അത് കൊടുക്കാൻ അങ്ങനെ സെറ്റപ്പിലല്ലായിരുന്നു. ഞാൻ അപ്പോഴേക്കും ട്രേഡൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്തൊരു ലെവലാണ് 1230. നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളൂ. പക്ഷേ ഇതൊക്കെ ഇനി പേഡ് ഗ്രൂപ്പിൽ കിട്ടും, മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ ഇപ്പോൾ ലൈൻ വരച്ചിട്ടാണ് ഇതൊക്കെ ഓരോ ലെവലുകളാണ് എൻ്റെ. അപ്പോൾ ഈ ലെവൽസിലൊക്കെ നിങ്ങൾക്ക് ഇനിയും ട്രേഡ് കിട്ടും. പേഡ് ഗ്രൂപ്പിലാണ് അതൊക്കെ വരിക. അത് ഞാൻ ഇവിടെ പറയണില്ല എന്നുള്ളൂ. നിങ്ങൾക്ക് കാണാൻ പക്ഷേ ഇതെങ്ങനെ ആക്റ്റീവ് ആയിക്കണേന്ന്. നമുക്ക് നിഫ്റ്റിയുടെ സ്പോട്ട് ചാർട്ട് നോക്കി നോക്കാം. ഇത് സ്പോട്ട് ചാർട്ടിൽ ട്രേഡ് എടുക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ബയേഴ്സ് ക്ലോസ് ചെയ്ത ശേഷം നിങ്ങളൊന്ന് ഇവിടെ നോക്കുക കറക്റ്റായിട്ട്. 30-ാം തീയതി എന്താ സംഭവിക്കണത്? സെല്ലേഴ്സ് അടിയിൽ ക്ലോസ് ചെയ്തു, പിന്നെ ബയേഴ്സ് കയറി, പിന്നെയും സെല്ലേഴ്സ് അടിയിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് പി ആണ് അവിടെ ആക്ടിവേറ്റ് ആവണത് മെയിനായിട്ട്. ശ്രദ്ധിക്കുക കേട്ടോ, സ്പോട്ട് ചാർട്ട് പ്രകാരമുള്ള കാര്യമാണ്. സെല്ലേഴ്സ് അടിയിൽ ക്ലോസ് ചെയ്ത ശേഷം ബയേഴ്സ് മുകളിൽ ക്ലോസ് ചെയ്ത് സെല്ലേഴ്സിൻ്റെ റിജക്ഷൻ മുകളിൽ കിട്ടണം. എങ്ങനെ കിട്ടണം? അതായത് സെല്ലേഴ്സ് ഇപ്പോൾ ബോഡി ക്ലോസ് അടിയിലായി ചെയ്തേക്കണത്. ഈ ബോഡി ക്ലോസ് ഇവിടെ കിട്ടണം, ഈ റേഞ്ചിന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മുകളിലുള്ള എൻട്രികൾ പ്ലാൻ ചെയ്യാൻ പറ്റും.
ഇപ്പോൾ അടിയിൽ ലോസ് ചെയ്ത സ്ഥിതിക്ക് അടിയിലേക്കുള്ള എൻട്രികളാണ് നമുക്ക് സ്പോട്ട് ചാർട്ടിൽ വരിക. നമുക്കൊരു ബയേഴ്സ് റേഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. ഇന്നത്തെ കാര്യമാണ് സംസാരിക്കുന്നത്. ബയേഴ്സ് റേഷൻ എന്ന് പറഞ്ഞാൽ ഈ ക്യാനിലാണ് ബയേഴ്സ്. ഈ ക്യാനിൽ റിജക്റ്റ് ചെയ്ത ശേഷം അല്ലെങ്കിൽ ഈ ക്യാനിൽ റിജക്റ്റ് ചെയ്ത ശേഷം ഇത് റിജക്റ്റ് ചെയ്താലും രണ്ടും എൻട്രിയാണ്. നമുക്ക് കാണുന്നത് എങ്ങനെയാണ് അടിയിലേക്ക് വന്നതാണ്. ഇനി മുകളിലേക്ക് പോകുമ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ബയേഴ്സ് അവിടെ ക്ലോസ് ചെയ്തിട്ട് അവിടെ റിജക്റ്റ് ആക്കി. ഇവിടെ പക്ഷെ എന്ത് ചെയ്തു, ബയേഴ്സ് ക്ലോസ് ചെയ്ത ശേഷം സെല്ലേഴ്സ് ഇവിടെ റിജക്റ്റ് ആക്കി. കറക്റ്റായിട്ട് മനസ്സിലാക്കുക. സെല്ലേഴ്സ് ആ ലെവലിൻ്റെ മുകളിൽ റിജക്റ്റ് ആക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പിന്നെ ഒരു ബുള്ളിഷ് എൻട്രിയാണ് അവിടെ വരുന്നത്. പിന്നെ അവിടെ മുകളിലേക്ക് പോയിട്ട് അത് പിന്നെയും വീക്കായി അടിയിലേക്ക് പോകുന്നു. ലെവലിന് അടിയിലേക്ക് ക്ലോസ് ചെയ്ത ശേഷം പിന്നെയും സെല്ലേഴ്സ് അതായത് ബയേഴ്സിൻ്റെ റിജക്ഷനാണ്. ഇവിടുന്ന് പിന്നെ അടിയിലേക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും എടുക്കണവർക്ക്. ഇവിടെ പിന്നെ എൻട്രിയാണ്. ബയേഴ്സിൻ്റെ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എൻട്രിയാണ്. അടിയിലേക്ക് തന്നെയാണ്, പി തന്നെയാണ്. പി ഇവിടെ വന്നു ഒന്നെങ്കിൽ അവിടെ പ്രോഫിറ്റ് എടുക്കുക അല്ലെങ്കിൽ എസ് എൽ അടിക്കും അതവിടെ. പിന്നെ നമുക്ക് സിയിലേക്ക് പോകണമെങ്കിൽ പിന്നെയും ഇതേ സെല്ലേഴ്സ് റേഷൻ കാണണം. 23,800 മുകളിലേക്ക് സെല്ലേഴ്സ് റേഷൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെയും എടുക്കാതെ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റാണ്. അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് ഇടിക്കേണ്ടത്. ഇനി അടുത്ത ലെവൽ 23,938 ഞാൻ അവിടെ എത്തുമ്പോൾ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും എന്താ സംഭവിക്കണേന്ന്. ഇപ്പോൾ ബാങ്കിലാണെങ്കിലും വ്യത്യാസമൊന്നുമില്ല. അടിയിൽ ലോസ് ചെയ്ത ശേഷം മുകളിലേക്ക് പോയി സെല്ലേഴ്സ് റേഷൻ കണ്ടു ഡയറക്റ്റ് എൻട്രി എടുക്കുക. 51,294, 51,182. അപ്പോൾ 100 പോയിൻ്റ് വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എസ് എൽ പോകും. ഇവിടെ എൻട്രി ആക്ടിവേറ്റ് ആയി, സ്പോട്ട് പ്രകാരം ഇവിടെ എൻട്രി ആക്ടിവേറ്റ് ആയി. പക്ഷേ എസ് എല്ലിലേക്കാണ് അത് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് എവിടെയാണ് വരുന്നത്, പിന്നെ ഇവിടെയാണ് വരുന്നത്. ബയേഴ്സ് ലോസ് ചെയ്ത ശേഷം സെല്ലേഴ്സ് ഇവിടെ റിജക്റ്റ് ആക്കി പിന്നെ എടുക്കുക എൻട്രി. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രൊട്ടക്ട് ചെയ്ത് തന്ന എസ് എല്ലാണ്. നല്ല രീതിക്കുള്ള മൂവ്മെൻ്റ് അതിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് പിന്നെയും കാണാം 51,789 അടുത്ത ലെവലിൽ ഞാൻ കൊടുത്തത്. എൻ്റെ മുകളിൽ സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്തു. പിന്നെ അത്യാവശ്യം നല്ല രീതിക്ക് മുകളിലേക്ക് പോയിട്ടുണ്ട്. 850 978 വരെ. അപ്പോൾ ഒരു 100-120 പോയിൻ്റ് മൂവ്മെൻറ്റ് അപ്പോഴും കിട്ടിയിട്ടുണ്ട്. പ്രോഫിറ്റിൽ തന്നെ ഇരിക്കുക അവിടെയും. അത് അങ്ങനെയാണ് എൻ്റെ സെറ്റപ്പ്. നമ്മൾ പ്രോഫിറ്റ് എടുക്കേണ്ട ഒരു രീതി അങ്ങനെയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ്. ഇപ്പോൾ സ്പോട്ട് നോക്കിയിട്ട് ട്രേഡ് ചെയ്യുന്ന നേരത്ത് ഇങ്ങനെയൊക്കെ ട്രേഡ് ചെയ്യുക. ബയേഴ്സ് റിജക്ഷൻ നോക്കുക, സെല്ലേഴ്സ് റിജക്ഷൻ നോക്കുക, രണ്ടും നോക്കാം. അത്യാവശ്യം കൺസോൾട്ടേഷനൊക്കെ ആകുമ്പോൾ നമ്മൾ സ്പോട്ട് നോക്കും. റെസിസ്റ്റൻസിലാണോ സപ്പോർട്ടിലാണോ റേഞ്ചിങ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ പറഞ്ഞതാണ് ഇതൊക്കെ. അപ്പോൾ അത്രയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ട്രേഡുകൾ. ഇന്ന് നമ്മളൊരു ഫുൾ ടാർഗറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ചെറിയ ലോസുകളും കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ ലോസിനെ റിക്കവർ ചെയ്ത് ഫുൾ ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ടിയും 1:3, 1:1 എന്ന് പറഞ്ഞിട്ട് വേറെയും കുറച്ച് ട്രേഡുകളൊക്കെ ഉണ്ട്. സ്റ്റോക്ക് മാർക്കറ്റാണ്, ലോസ് എന്ന് പറയാണ്ട് ആർക്കും പ്രോഫിറ്റ് ഇല്ല. എൻ്റെ എന്നല്ല, എവിടെ പോയാലും നമുക്ക് ലോസ് വരും. അപ്പോൾ ലോസൊന്നും ഇല്ലാണ്ട് പ്രോഫിറ്റ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ കൊടുക്കണ ലോസ് ലിമിറ്റാക്കി കൊടുക്കുക, അത്രയുള്ള കേസ്. എടുക്കണ പ്രോഫിറ്റ് ഈ നമ്മൾ കൊടുക്കണ ലോസിനേക്കാൾ ഒരു ഡബിൾ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ടെൻഷൻ ഇല്ലാണ്ട് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആവാൻ പറ്റും. അത്രയുള്ളൂ അതിൻ്റെ ഉള്ളത് തത്വം. നമ്മൾ കൊടുക്കണ ലോസ് കുറച്ച് കുറയ്ക്കുക, അത്രേ ഉള്ളൂ. 10 പോയിന്റ് നിഫ്റ്റിയിൽ കൊടുക്കുക, 20 പോയിന്റ് 30 പോയിന്റ് അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ കൊടുക്കുക. ഇത്രയൊക്കെ കൊടുത്ത് ഒഴിവാകുക. ബാക്കി പിന്നെ ആരുടെ കാണാം, പിന്നത്തെ എൻട്രികൾ കാണാം. എൻട്രി കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പം അങ്ങനത്തെ മൈൻഡിൽ എല്ലാവരും ഇരിക്കുക. ഈസി ആയിട്ട് കാണുക സ്റ്റോക്ക് മാർക്കറ്റിനെ. അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയി കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് പ്രീവിയസ് വീഡിയോസ് കാണാം. നിങ്ങൾ മസ്റ്റായിട്ട് പ്രീവിയസ് വീഡിയോസ് കാണാം. പുതുതായിട്ട് ടെലിഗ്രാമിൽ കയറുന്ന ആൾക്കാർ മസ്റ്റായിട്ട് പ്രീവിയസ് വീഡിയോസ് കാണും. എങ്ങനെയാണ് എൻട്രി എടുക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വരിക. നിങ്ങൾ ഇതുവരെ പഠിച്ച സ്ട്രാറ്റജികളൊന്നുമല്ല ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യണത്. അതാണ് കുറേ ആൾക്കാർക്ക് സംശയമുണ്ട്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള ട്രേഡിംഗ് മെത്തേഡുകളല്ല നമ്മളിവിടെ പറയണത്. നമ്മൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് പറയണത്. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. മാക്സിമം അത് 2-3 വട്ടമൊക്കെ നിങ്ങളിരുന്ന് കാണുക. ഫുൾ ഇൻഫോർമേറ്റീവ് വീഡിയോസാണ്. പ്രീവിയസ് രണ്ട് വീഡിയോസ് മാത്രം നോക്കിയാൽ മതി. ഫുള്ളായിട്ട് ഇൻഫോർമേറ്റീവ് വീഡിയോസാണ് ഞാൻ പ്രൊവൈഡ് ചെയ്തേക്കണത്. പ്രീവിയസ് 2 വീഡിയോസ് കണ്ടാൽ തന്നെ നിങ്ങൾ സെറ്റാവും. എന്നിട്ട് നിങ്ങൾക്ക് ട്രേഡിങ്ങിലേക്ക് വരാം. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഒപ്പം ട്രേഡിങ് പഠിക്കാം. പേഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. പേഡ് ഗ്രൂപ്പിൽ നമ്മൾ ഒരു അത്യാവശ്യം കിട്ടുന്ന എല്ലാ ട്രേഡുകളും ഞാൻ പേഡ് ഗ്രൂപ്പിൽ തരും. 3.5 വരെയുള്ള അത്യാവശ്യം കിട്ടുന്ന നല്ല ട്രേഡുകളൊക്കെയും പേഡ് ഗ്രൂപ്പിൽ തരും. പേഡ് ഗ്രൂപ്പിൽ അത്യാവശ്യം സ്റ്റോപ്പ് ലോസ് പോവാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഞാൻ നോക്കണത്. അത്യാവശ്യം ട്രേഡ് ചെയ്യാൻ അറിയണവർ തന്നെ പേഡ് ഗ്രൂപ്പിലേക്ക് വരിക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. അല്ലാതെ പേഡ് ഗ്രൂപ്പ് എടുക്കുമ്പോൾ നിങ്ങൾക്കും ട്രേഡ് ചെയ്യാൻ അറിയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുക. ബൈയും സെല്ലും മിനിമം എടുക്കാൻ അറിയണം. എന്നാലേ പേഡ് ഗ്രൂപ്പിൽ ഇരുന്നിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ കയ്യിലാണ്.
ഇപ്പം എനിക്ക് ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഫോളോ ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എത്തേറിയം ബിറ്റ് കോയിനിലൊക്കെ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിൽ നിങ്ങൾ ട്രേഡ് എടുക്കാം. അതിൻ്റെയും ലിങ്ക് ഞാൻ താഴ്ത്ത് വെച്ചിട്ടുണ്ട് ആപ്പിൻ്റെ. അപ്പോൾ അതിൽ കയറി നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അപ്സ്റ്റോക്കിലൊക്കെ നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ ഞാൻ ലിങ്ക് പിൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്സ്റ്റോക്കിൻ്റെ ലിങ്ക് ഇതിൽ കയറി അപ്സ്റ്റോക്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അത്തുള്ള ദിവസത്തെ വീഡിയോ. നാളെ ഒരു അടിപൊളി ട്രേഡിംഗ് ഡേ ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നാളെ കാണാം. ഓക്കെ, ബൈ.